കർത്താവിനാലേറെ സ്നേഹമുള്ളവരെ, വചനവയലിലെ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം ലേവ്യ പുസ്തകം 20 അധ്യായം 22 മുതലുള്ള തിരുവചനങ്ങൾ. നിങ്ങൾക്ക് വസിക്കുവാനായി ഞാൻ നിങ്ങളെ എങ്ങോട്ട് നയിക്കുന്നുവോ ആ ദേശം നിങ്ങളെ തിരസ്കരിക്കാതിരിക്കാൻ നിങ്ങളെൻ്റെ നിയമങ്ങളും കൽപ്പനകളും അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുവിൻ. നിങ്ങളുടെ മുൻപിൽ നിന്ന് ഞാൻ നീക്കിക്കളയുന്ന ജനതകളുടെ മാർഗങ്ങൾ നിങ്ങൾ പിന്തുടരരുത്. എന്തെന്നാൽ ഇപ്രകാരമെല്ലാം ചെയ്തതിനാൽ ഞാൻ അവരെ വെറുക്കുന്നു. പ്രിയമുള്ളവരെ, നാം താമസിക്കുന്ന ദേശത്ത് എപ്രകാരമാണ് ഒരു ആത്മീയ വിശുദ്ധീകരണം നടക്കുന്നതെന്നും ഒരു ഭൗതികമായ വിശുദ്ധിയും ഉയർച്ചയും എങ്ങനെയാണ് നടക്കുന്നതെന്നും വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾക്ക് വസിക്കുവാനായി ഞാൻ നിങ്ങളെ എങ്ങോട്ട് നയിക്കുന്നുവോ, അപ്പോൾ ദൈവമാണ് നമ്മെ ഓരോ ദേശങ്ങളിലേക്കും നയിക്കുന്നത്. ഇത് നാം പ്രത്യേകം മനസ്സിലാക്കണം. ഒരു കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കുവാനായി ഈ ഭൂമിയിൽ ഒരു സ്ഥലം നമുക്ക് നിശ്ചയിച്ചു തരുന്നത് കർത്താവാണ്. നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ ഒരു വശത്തുണ്ട് എങ്കിലും ആത്യന്തികമായി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നത്, നാം എങ്ങോട്ട് പോകണമെന്ന് നിശ്ചയിക്കുന്നതൊക്കെ കർത്താവിൻ്റെ പരമമായ ശക്തി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചില ദേശങ്ങളിലേക്ക് പോകുവാനായിട്ട് നാം ഒരുപാട് വാശി പിടിക്കുവാനായിട്ട് പാടില്ല. കാരണം ചില വഴികൾ നമുക്ക് മുമ്പിൽ എപ്പോഴും അടഞ്ഞു കിടക്കുന്നത് നാം ആ ദേശത്ത് താമസിക്കുന്നത് ദൈവഹിതമല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അനാവശ്യമായ വാശികളും അനാവശ്യമായ ഉത്കണ്ഠകളും ആ വിഷയത്തിൽ നിന്ന് നാം മാറ്റിക്കളയണം. അപ്പോൾ കർത്താവാണ് നമ്മെ ഒരു ദേശത്തേക്ക് നയിക്കുന്നത് എന്ന് വ്യക്തമായും നാം തിരിച്ചറിഞ്ഞിരിക്കണം. നിങ്ങൾ എൻ്റെ നിയമങ്ങളും കൽപ്പനകളും അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുവിൻ. നിങ്ങളുടെ മുൻപിൽ നിന്ന് ഞാൻ നീക്കിക്കളയുമെന്ന് ആ ജനതകളുടെ ആചാരങ്ങളെ നിങ്ങൾ ഒരിക്കലും പിന്തുടരുകയും ചെയ്യരുത്. അപ്പോൾ ഒരു ദേശത്തേക്ക് നാം നയിക്കപ്പെടുമ്പോൾ കർത്താവ് ആവശ്യപ്പെട്ട് അല്ലെങ്കിൽ കർത്താവിൻ്റെ ഹിതപ്രകാരം നാം ഒരു ദേശത്ത് ചെല്ലുമ്പോൾ ആ ദേശം നമ്മെ സ്വീകരിക്കുവാനും തിരസ്കരിക്കുവാനുമുള്ള സാധ്യതയുണ്ട്. എങ്ങനെയാണ് ദേശം നമ്മെ തിരസ്കരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ദൈവിക കൽപ്പനകൾക്കെതിരെ നാം നിന്നാൽ തീർച്ചയായും നാം ആ ദേശത്ത് നിന്ന് പുറത്താകുമെന്നാണ് വചനം ഓർപ്പിക്കുന്നത്. നാം വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ദേശത്ത് നമ്മുടെ നിലനിൽപ്പ് പോലും ദൈവാരാധനയുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ആ ദൈവാരാധനയുടെ സജീവത എത്രമാത്രം നിലനിർത്തുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു എന്നുള്ളതിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുൻപിൽ നിന്ന് ജനതകളെ നീക്കിക്കളയുമെന്ന് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ കൽപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമുക്കെതിരെ നിൽക്കുന്ന ഒരു ദേശത്ത് ദുഷ്ടത പ്രവർത്തിച്ച ജനത്തെ കർത്താവ് നീക്കിക്കളയുമ്പോൾ ആ ദേശത്തെ ജനത അനുകരിച്ചിരുന്ന അല്ലെങ്കിൽ അവർ ചെയ്തിരുന്ന കാര്യങ്ങളെ നാം ഒരിക്കലും അനുകരിക്കുവാനായിട്ടും പാടില്ല. ജനതകളുടെ മാർഗങ്ങൾ നിങ്ങൾ പിന്തുടരുത്. ആഭിചാരമോ മന്ത്രവിദ്യയോ ഒക്കെ ചെയ്ത് ഒരു ദേശത്ത് നിന്ന് നിഷ്ക്രമിച്ച ഒരു ജനസമൂഹത്തിൻ്റെ അതേ വഴികളിലൂടെ നാം യാത്ര ചെയ്യരുത്. കാരണം നാളെ അവരുടെ ഗതി നമുക്കും വരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടൊരു ദേശത്തെ നമ്മുടെ നിലനിൽപ്പ് മുഴുവനായിട്ട് നാം പറഞ്ഞാൽ അത് ദൈവാരാധനയിലാണ് എന്ന് നാം തിരിച്ചറിയണം. കർത്താവ് നമ്മുടെ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം, ആദർശിച്ചൻ.